നമസ്കാരം. നമസ്കാരം. മനുചേട്ടൻ നമ്മളെ വിട്ടു കഴിഞ്ഞിട്ട് 10 വർഷം തികയാണ്. എന്താണ് ഈ നിമിഷത്തിൽ മനുചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ പറയാനുള്ളത്? ഈ നിമിഷത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വിഷമം. എന്തൊരു സഹായിയായിരുന്നു എല്ലാവർക്കും. ഇല്ല, മണിച്ചേട്ടൻ മരിച്ചിട്ടില്ല. എൻ്റെ സാറ് മരിക്കില്ല. എന്നോടൊപ്പം ഉണ്ട് എൻ്റെ സാറ് എപ്പോഴും. നല്ലൊരു നാടൻ പാട്ടിൻ്റെ ഉസ്താദായിരുന്നു. ഉസ്താദെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഏറ്റവും നല്ലൊരു മനുഷ്യനേകി. വേറെ എന്താ പറയണ്ടേ? സന്തോഷം ചേട്ടാ. ഇതിപ്പോ രാവിലെ ഇവിടെ വൃത്തിയാക്കണോ പരിപാടിക്കായിട്ട് ബന്ധപ്പെട്ട്? ഇപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒരു നിലവിളക്ക് കത്തിക്കണം, ഒരു ഫോട്ടോ വേണം. അതെല്ലാം എൻ്റെ കയ്യിലൊന്നും ഇല്ല. അത് സാറിനറിയാം എന്നെപ്പറ്റി. ആ ഇരിക്കുന്ന സാറ് ചിരിക്കുന്നുണ്ട്, കണ്ടില്ലേ? എൻ്റെ പേര് വൈക്കം ശശികുമാർ. ഞാൻ കലാഭവൻ മണിയുടെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന ചിത്രത്തിൽ കലാഭവൻ മണി പാടി അഭിനയിച്ച പാട്ട്, അത് റെക്കോർഡിട്ട് കഴിഞ്ഞാൽ ആ പാട്ട് ഞാൻ അഭിനയിക്കും. ആ ഒരു ചെറിയൊരു കലാകാരനാണ്. എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഇത് വിളിച്ച് എനിക്ക് ഈ പാട്ട് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ചേട്ടനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ. വളരെ സന്തോഷമുണ്ട്. കലാഭവൻ മണിയുടെ ആത്മാവ് എൻ്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. എനിക്ക് അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് സ്നേഹമാണ്, ബഹുമാനമാണ്, ആദരവാണ്. ഇപ്പോഴും ഇന്നലെയാണ് ഞാൻ ഇവിടെ വന്നത്. 5-ാം തീയതി പോകുന്നതാണ്. അത് എല്ലാ മാർച്ച് മാസത്തിൽ 6, 5-ാം തീയതി തന്നെ അവിടുന്ന് പുറപ്പെടും. 6-ാം തീയതി ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് എൻ്റെ സാറിനോട് ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് നേരെ കൊടുങ്ങല്ലൂർക്ക് പോകും. വീടപ്പോൾ എവിടെയാണ്? എൻ്റെ വീട് വെച്ചൂരാണ്, കുടവച്ചൂരെന്ന് പറയും. വൈക്കം കുടവച്ചൂരാണ് വീട്. വീട്ടിൽ ആരുമില്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ. അനാഥമായ ഒരു ജന്മമാണ് എൻ്റെ. ഉമ്മൻചാണ്ടി സാറ്